ഛത്തീസ്ഗഡിലെ ഈ കന്യാസ്ത്രീകൾക്കെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ട ബി.ജെ.പി. സർക്കാരിന്റെ കന്യാസ്ത്രീ വേട്ടയിൽ വ്യാപക പ്രതിഷേധമുയർന്നു. പാർലമെന്റിൽ പ്രതിപക്ഷം വിവിധ കക്ഷിയിലെ പ്രവർത്തകർ അടിയന്തര പ്രമേയങ്ങൾക്ക് നോട്ടീസ് നൽകുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളിലേക്ക് രാജ്യം പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർലമെന്റിലെ ഇരുസഭകളിലും പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കെ രാധാകൃഷ്ണൻ, ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, കെ ശിവദാസൻ, എ റഹീം, ഒപ്പം തന്നെ കെ സുധാകരൻ, ഹൈബീഡൻ, അങ്ങനെ പല നേതാക്കൾ ഇപ്പോൾ ഈ അടിയന്തര പ്രമേയങ്ങൾക്ക് രണ്ട് സഭകളിലും നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ വിഷയത്തിൽ പ്രതിഷേധിച്ച് വിജയ് ചൌക്കിൽ ഇടത് എംപിമാർ പ്രതിഷേധ ധർണ നടത്തും. ആ രീതിയിൽ പാർലമെന്റിന് അകത്തും പുറത്തും വ്യാപക പ്രതിഷേധം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വേട്ടയ്ക്കെതിരെ ഉയർന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. വിവരങ്ങളുമായി സ്വാതി ഇപ്പോൾ ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാതി, പാർലമെന്റിന് അകത്തും പുറത്തും ഛത്തീസ്ഗഡിലെ ബി.ജെ.പി. സർക്കാരിന്റെ കന്യാസ്ത്രീ വേട്ടയ്ക്കെതിരെ വലിയ പ്രതിഷേധമുയർന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും അടിയന്തര പ്രമേയങ്ങൾക്ക് നോട്ടീസുകൾ നൽകുന്നു പ്രതിപക്ഷ കക്ഷികൾ. ഒപ്പം തന്നെ വിജയ് ചൌക്കിൽ ഇടതു എംപിമാരുടെ വലിയ പ്രതിഷേധവും. മനു, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധം തന്നെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ വിഷയം പാർലമെന്റിനകത്തും പുറത്തും ഉന്നയിക്കുവാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ തയ്യാറാകുന്നത്. ഇന്ന് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർലമെന്റിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അടക്കം ഇടത് എംപിമാരെല്ലാം തന്നെയും നൽകിയിട്ടുണ്ട്. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി, അതോടൊപ്പം എ റഹീം എം പി, വി ശിവദാസൻ എം പി, അതോടൊപ്പം തന്നെ ലോക്സഭയിൽ കെ രാധാകൃഷ്ണൻ എം പിയും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിനു പുറമെ പാർലമെന്റിന് പുറത്ത് ഈ ഇടത് എംപിമാരുടെ പ്രതിഷേധമുണ്ടായിരിക്കും, പ്രതിഷേധ ധർണയുണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് പ്രതികരണമായിരിക്കും വിജയ് ചൌക്കിൽ ലഭിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ ഉണ്ടായ സംഭവം, ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു. മതപരിവർത്തനവും അതോടൊപ്പം മനുഷ്യക്കടത്തും ആരോപിച്ചുകൊണ്ടാണ്, അതും കെട്ടിച്ചമച്ച കേസുകൾ എന്ന നിലയിൽ തന്നെയാണ് ഈ വിഷയത്തെ എല്ലാവരും നോക്കിക്കാണുന്നത്. എന്തായാലും ഇതിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയരുകയാണ്. ഇതിനെതിരെ ഇന്ന് ജാമ്യാപേക്ഷ എന്തായാലും കോടതിയിൽ പരിഗണിക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. CBCI അടക്കം ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങളിലും ഇന്ന് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം തന്നെ പാർലമെന്റിൽ ഉയർത്തും.